അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്താ നിങ്ങൾ ഈ സൗണ്ട് കേട്ടില്ലേ? ഇതേപോലെ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈസ് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വൈകുന്നേരം ചായൻ്റെ അപ്പുറം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാട്ടോ ഇത്. അതിനായിട്ട് ഞാൻ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസിലാക്കൂലേ, ആ രീതിക്ക് നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് വെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം കട്ട് ചെയ്തതെല്ലാം നമുക്കൊന്ന് തണുത്ത വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് ഇട്ട് വെക്കാം. അത് സോക്കാകുമ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പക്കാരെ നിങ്ങൾ ഇതിൽ ഒഴിവാക്കരുത് കേട്ടോ, എന്തായാലും ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു നല്ലൊരു ബാറ്ററാക്കിയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം. നല്ല ലൂസിൽ മാവ് തയ്യാറാക്കരുത്, കുറച്ച് കട്ടിക്ക് വേണം മാവ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ. ഈ ഒരു രീതിക്ക് ഇത്രയും തിക്കിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ഉരുളക്കിഴങ്ങ് നമ്മൾ ആ മാവിലേക്ക് ചേർത്തിട്ട് കൈ വെച്ചിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നിട്ട് ഇത് ഒരു അരമണിക്കൂറൊന്ന് അടിച്ച് വെക്കണം. അടിച്ച് വെച്ചാൽ മാത്രമേ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമുക്ക് പൊട്ടാറ്റോ. എന്നിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ, വേറെ ഒന്നും അതിലേക്ക് ചേർക്കേണ്ട, 1/2 കപ്പ് മൈദ ചേർത്തിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ പൊട്ടാറ്റോ മിക്സ് നമ്മൾ ആ മാവും കൂടി കുറച്ചും കൂടി കോട്ട് ചെയ്തിട്ട് ആ പൊടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുടഞ്ഞെടുക്കാം. കുടഞ്ഞെടുത്ത് നമ്മൾ ഫ്രൈഡ് ചിക്കനിലെല്ലാം വരുന്ന ആ ഒരു ലെയർ പോലെ നമ്മൾ ഈ പൊട്ടാറ്റോയിലും കിട്ടും. ഇതെല്ലാം ഓരോന്നായിട്ട് അതേപോലെ മാവിൽ നല്ലോണം കോട്ട് ചെയ്യുക. ഈ പൊടിയിലൊന്ന് മിക്സാക്കി കുടഞ്ഞെടുക്കണം, എന്നാലേ നമുക്ക് നല്ലൊരു ലെയറായിട്ട് കിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കാൻ വെക്കുക. ഇതേപോലെ ഒന്ന് കുടഞ്ഞെടുത്താൽ നമുക്ക് ഇതേപോലെ ഒരു ലെയർ പോലെ ആയിട്ട് കിട്ടും. നമുക്ക് ബാക്കിയുള്ളതെല്ലാം അതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടായ ഓയിലോട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഓയിലിട്ടപാട് ഇത് സ്പൂണോട്ട് ഇളക്കരുത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ. നന്ന ലോയിലിടണം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഇതൊന്ന് കളറ് മാറി വന്നാൽ നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ളത് ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം നല്ല അടിപൊളിയിൽ വെന്ത് കിട്ടീന്. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈസ്. ഇത് ഫ്രഞ്ച് ഫ്രൈസിനെക്കാട്ടും അടിപൊളിയാണ് ഇത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക.
ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.